കൊടുക്കണ്ടാണ് അതിൽ കൊടുക്കണ്ടേ കൊടുക്കുന്നുണ്ട് കൊടുക്കണ്ടേ നമ്മള് ശരിക്കില്ലേ ആ പറയാം. നമ്മൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഇവർ പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നടത്തിക്കോളാം, ഇവർ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് അവർ താമസിക്കണം, അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ അങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ജിമ്മ് തുറക്കാൻ ആൾക്കാരില്ല, രാവിലെ തുറക്കാൻ ആളുണ്ട്. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞ് അഗ്രിമെൻറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇവർ പറയണത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, വീടെടുത്ത് കൊടുക്കാനാണ് എനിക്ക് വഴിയില്ല. അങ്ങനെ വീടെടുത്ത് കൊടുക്കാണ്. വീടെടുത്ത് കിടത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ പറയാണ്, സാറേ ഞാൻ പാർട്ട് ടൈമായിട്ട് വേറെ ജോലിക്ക് പോകട്ടെ, എനിക്ക് മറ്റേ വണ്ടിക്ക് സീസി അടിക്കാൻ പറ്റില്ല എന്ന് പറയണം. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കുക? അവൻ പറഞ്ഞു സ്റ്റാഫുകൾ വെക്കാം, മാനേജർ വെക്കാം, ഒക്കെ ഓക്കെ. പക്ഷെ നമ്മൾ ഒരു സ്പോർട്സുകാരി എന്ന് പറയുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും. ഉണ്ടായി, നല്ല ക്വാളിറ്റി ആയിരുന്നു. അതായത് അത് ഇവരവർ ചെയ്തേണ്ട സാധനം പറയട്ടെ. അടുത്ത കാര്യം, നമ്മുടെ പുറത്ത് പിള്ളേർ ആൾക്കാരൊക്കെ നിൽക്കണമെന്ന് പറയട്ടെ. അതായത് ഇവർ ഈ മാസം പോകുന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. ഇപ്പം ഈ മാസം പോകുന്ന അറിഞ്ഞിട്ട് അവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, അതായത് ഈ മാസത്തെ ഇപ്പം ഇന്ന് 15-ാം തീയതി ഇവർ തീരാമെന്ന് വെച്ചോ, ആ മാസം തന്നെ ഇവർ 1-ാം തീയതിക്കൊക്കെ ഒരു വർഷത്തെ അഡ്മിഷൻ എടുത്തിട്ട് പൈസ കൊണ്ടുപോയി വരും എല്ലാവരും. കറണ്ട് പോകാനുള്ള കാരണം കറണ്ട് ബില്ല് അത് അവർ 15 ദിവസം മുമ്പേ പോയി. എന്താ കാരണം അറിയോ? അതായത് മറ്റേ കറണ്ട് ബില്ല് അടയ്ക്കണം അവരാണ്. അതായത് ഈ അക്കൗണ്ടിലേക്ക് ഞാൻ പോയപ്പനെ ഈ 6 മാസത്തേക്ക് വാടക അടച്ചല്ല, ഒന്നും അടച്ചല്ല. വാടക അടച്ചിട്ടില്ല, ഒന്നും അടച്ചല്ല. കാരണം അതൊക്കെ അടയ്ക്കാന്ന് പറയണമെന്ന് ഇത് ചെയ്യാന്ന് പറയുന്നത് ഇവർ അടച്ചിട്ടില്ല. ജിമ്മിന്റെ ബാധ്യതയ്ക്ക് എന്ത് തീർക്കും, അതിനുള്ള അവസ്ഥയ്ക്ക് ഇരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഞാൻ 2 ദിവസമായിട്ട് പണിയെടുക്കുന്നുണ്ട്. അതായത് അവർ ഉപകാരം ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടിയ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പറയാം. അതായത് ഈ ജിമ്മില്ലേ, ഈ ജിമ്മ് ഞാൻ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ആക്കാണ്. കാരണം വേറെ ഒന്നുമല്ല, കുറച്ച് സ്ഥലമുള്ളൂ. ഇത് വേണമെങ്കിൽ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഏരിയയിലിടാം. അത്രയും അടുത്താണ് മിഷൻസ് എടുക്കുക. അപ്പോൾ കുറച്ചുകൂടി വലിയതായിട്ട് തൊട്ടടുത്ത് തന്നെ അടുത്ത് തന്നെ 2 ദിവസം നോക്കി വെച്ചിട്ടുണ്ട്. ഫ്രീ ആയിട്ട് കളിച്ചതാ മതിയാ. പിന്നെ ഈ തവണത്തെ ബിഗ് ബോസ് വിന്നർ ടോപ്പ് 3 ആരൊക്കെ ഉണ്ടാവും? അത് ഞാൻ പറയുന്നില്ല, ഇപ്പം പറയുന്നില്ല. ടോപ്പ് 3 പറഞ്ഞാൽ 3 പറഞ്ഞാൽ വേണ്ട. എന്താണെന്നറിയോ, ഞാൻ ടോപ്പ് 3 പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കണ കാര്യം ഞാൻ പറയണേ വിന്നർ പറയും. അത് വിന്നറെ പറയും, അല്ലാതെ നമ്മൾ ടോപ്പ് 3 പറയില്ല. കാരണം അറിയോ, ഞാൻ പറഞ്ഞാൽ ജയിക്കുള്ളൂ. കാരണം ജയിക്കുന്ന എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ജയിക്കുന്നു. സാബു ജയിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പാവണം. അതായത് അത്ര പാവാൻ പാടില്ല, അതും കുഴപ്പമുണ്ട്. പാവാണ്, പക്ഷെ അത്രയും പാവാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പ്രതികരിക്കുന്നിടത്ത് പ്രതികരിക്കും. പാവ ആവേണ്ടടുത്ത് പാവാവും, ചിരിക്കുന്നിടത്ത് ചിരിപ്പിക്കും, കരയുന്നിടത്ത് കരയും, കാലുപിടിക്കുന്നിടത്ത് കാല് പിടിക്കും. അതാണ് ബിഗ് ബോസ്. അല്ലാതെ അത് അവിടെയുള്ള ആൾക്കാർ പറയാറില്ലേ, നമ്മൾ മറ്റേ ശ്രീലത ചേച്ചി പുറത്ത് പറഞ്ഞ കേട്ടില്ലേ, മറ്റേ പാട്ട് പാടുന്നത്, മറ്റേ വേഷങ്ങൾ ജന്മങ്ങൾ അത് പാടിയിട്ടുള്ളതല്ലേ, ഞാൻ പാടി തിരിച്ചിട്ടുള്ളത്. അതിനകത്തൊരു വേട് ലാസ്റ്റ് മാറ്റിയല്ലേ പറഞ്ഞേ, അല്ലേ? കേട്ടല്ലേ? ഏതാ വേണ്ട, ഞാൻ ഇന്ന് പറഞ്ഞ സത്യമായിട്ട് പറഞ്ഞേ. എന്തിനാണ് ഇപ്പൊ പറയാം? 2 പേര് പറയാം.